ഇതുകൊണ്ടൊക്കെയാണ് പ്രേമം എന്ന മൂവി ഇന്നൊരു ക്ലാസിക്കായി തുടരുന്നത്. ഒരു സിനിമ അത് എത്രത്തോളം അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിന് റിലേറ്റബിൾ ആയിരിക്കുമോ അത്രത്തോളം തന്നെ ആ സിനിമ വർക്കാവും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രേമം എന്ന മൂവിയിൽ കൗമാരം, അതേപോലെ തന്നെ യൗവനത്തിൻ്റെ രണ്ട് സൈഡ്, ഒരു ഇമ്മച്യൂർ സൈഡും ഒരു മെച്യൂർ സൈഡും, ഇതെല്ലാം വളരെ എഫക്റ്റീവായിട്ടും റിയലിസ്റ്റിക് ആയിട്ടും കാണിച്ചു തരാൻ പറ്റിയ ഒരു സിനിമയാണ്. നമ്മുടെയൊക്കെ സ്കൂൾ ടൈമിൽ, നമ്മുടെ കൗമാര കാലത്ത് നമുക്ക് എല്ലാവർക്കും തന്നെ ഇതേപോലെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുണ്ടാവും. എന്നാൽ അത് എത്രത്തോളം സീരിയസ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെറും ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമായിരുന്നു. നമ്മളത് പിന്നീട് തിരിച്ചാലോചിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഓർമ്മകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ്, നമ്മളൊരു കൗമാരം കഴിഞ്ഞ് നമ്മൾ യൗവനത്തിലേക്ക് കിടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ സീരിയസ് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്സ് നമുക്ക് വരുന്നത്. അതിലും ഒരു 90% കൂടുതൽ ആൾക്കാർ അൺസക്സസ്ഫുള്ളുമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും പ്രേമ റിലേറ്റബിൾ ആണ്. ഈ സ്റ്റേജിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സക്സസ്ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് നമ്മൾ ചിലപ്പോൾ ഇത് ഓർത്തിരിക്കാനും സാധ്യതയുണ്ട്. ആൻഡ് ആ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയിൽ അത് പെർഫെക്റ്റായി പറയുന്നു. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിക്കുന്നതോ ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ ചിന്തിച്ചു പോലും നോക്കാത്ത ഒരു വ്യക്തിയായിരിക്കും. സോ ഈ 3 സ്റ്റേജും വളരെ എഫക്റ്റീവായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ, അല്ലെങ്കിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ അതിൻ്റെ ആക്ടർക്കും ആ ഒരു ഡയറക്ടർക്കും കഴിഞ്ഞു. ഇതിൽ നിവിൻ പോളിയുടെ കാര്യം എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ആ ഒരാളുടെ ലൈഫിൻ്റെ ഈ 3 സ്റ്റേജും ജസ്റ്റ് ഒരു ഗെറ്റപ്പിലുള്ള ചേഞ്ച് മാത്രം വരുത്തിക്കൊണ്ടാണ് പുള്ളിക്കാരൻ അത്രയും എഫക്റ്റീവായിട്ട് ചെയ്തത്. ആൻഡ് അൽഫോൺസ് പുത്രൻ്റെ മേക്കിംഗ് ആണെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് ആരും അഭിനയിക്കാമെന്ന് തോന്നില്ല. എല്ലാവരും എവരിവൺ ഈസ് ബിഹേവിങ്. ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് അവരുടെ ജീവിതം അവർ കാണാതെ ഒപ്പിടുത്ത പോലെയാണ് ആ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മാജിക്കൽ കോമ്പിനേഷനാണ്. ആൻഡ് ഈ കോമ്പിനേഷൻ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയവർക്ക് പോലും ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. സോ ഇറ്റ്സ് എ വൺ ടൈം വണ്ടർ.